അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് മറ്റ് ദൈവങ്ങളെക്കുറിച്ച് നിന്നയോടെ സംസാരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ആ ബ്രാഹ്മണൻ അവനെ ശിവമന്ത്രവും ശിവനെ ധ്യാനിക്കേണ്ട രീതികളും പറഞ്ഞു കൊടുക്കുന്നു. ഒരിക്കൽ ശിവനെ പൂജ ചെയ്തുകൊണ്ടിരുന്ന ഭുഷുണ്ടി തന്റെ ഗുരു അവിടേക്ക് കടന്നു വരുന്നത് കണ്ടിട്ടും അദ്ദേഹത്തിന് വേണ്ടത്ര മര്യാദ നൽകാതെ കണ്ണടച്ച് ധ്യാനിക്കുന്നത് പോലെ ഇരുന്നു. ഭുഷുണ്ടിയുടെ ഈ പ്രവൃത്തികളെല്ലാം കണ്ട് ക്രോധം കൊണ്ട ശിവൻ അവിടേക്ക് പ്രത്യക്ഷപ്പെടുകയും അവനെ ശപിക്കുകയും ചെയ്തു. ശാപം ഇങ്ങനെയായിരുന്നു: നിന്റെ ഈ വികാരത്തിൽ അടുത്ത 1000 ജന്മങ്ങൾ നീ ഒരു പെരുമ്പാമ്പായി ജന്മമെടുക്കും. നിലത്തുള്ളിൽ ഒരു ചെറു പ്രാണിയെ പോലും പിടിക്കാൻ കഴിയാതെ വിഷപ്പും ദാഹവും സഹിക്കാനാവാതെ നിന്റെ ഓരോ ജന്മവും നീ വേദന കൊണ്ട് മരണപ്പെടട്ടെ. തന്റെ ശിഷ്യന് ഇത്രയും കഠിനമായ ശിക്ഷ ലഭിച്ചെന്ന് മനസ്സിലാക്കിയ ബ്രാഹ്മണൻ പരമശിവന്റെ കാലിൽ വീണ് തന്റെ ശിഷ്യനോട് ക്ഷമിക്കാൻ യാചിച്ചു. തന്റെ ഭക്തൻ തന്റെ ശിഷ്യന്റെ ജീവന് വേണ്ടി യാചിക്കുന്നത് കണ്ട് അലിവ് തോന്നിയ ശിവൻ അവനോട് ഇങ്ങനെ പറഞ്ഞു: അടുത്ത 1000 ജന്മങ്ങൾ നീ പല ജീവികളായും പക്ഷികളായും ജന്മമെടുക്കും. നിന്റെ ഓരോ ജനനത്തിലും മരണത്തിലും വേദന നീ അനുഭവപ്പെടുന്നു. അവസാന ജന്മമായി നീ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ തികഞ്ഞ രാമഭക്തനായ വ്യക്തിയായി